നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ ഹർജിക്കാരോട് നിർണായക ചോദ്യവുമായി ഹൈക്കോടതി. ഇഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബി സിഇഒയും സമർപ്പിച്ച ഹർജി പരിഗണിച്ചപ്പോഴാണ് ഹർജിക്കാരായ തോമസ് ഐസക്കിനോടും കിഫ്ബി സിഇഒയോടും കോടതിയുടെ നിർണായക ചോദ്യം. മസാല ബോണ്ട് കേസിൽ കോടതി നിരീക്ഷണത്തിൽ ഹാജരായി ഇഡി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൂടെ എന്നാണ് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുമെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സത്യം പുറത്തുവരാൻ വേണ്ടിയാണല്ലോ സമൻസ് അയച്ചതെന്നും കോടതി വ്യക്തമാക്കി. കക്ഷികളുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് ഹർജിക്കാരുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞു. ഹൈക്കോടതി അറിയിച്ച മറ്റൊരു കാര്യം, കോടതി നിർദ്ദേശം സ്വീകാര്യമല്ലെങ്കിൽ ഹർജിയിൽ മെറിറ്റിൽ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നാണ്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇഡി ആവശ്യപ്പെട്ട സർട്ടിഫൈഡ് രേഖകൾ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ കിഫ്ബി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നതാണ് ചോദ്യം ചെയ്തതെന്നും കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം തുടർച്ചയായി ഇഡി നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരായിട്ടില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും വക്കീൽ മുഖേന തോമസ് ഐസക് ഇഡി അറിയിച്ചിരുന്നു. നേരത്തെ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ മസാല ബോണ്ട് കേസിൽ ഹാജരാകുന്ന ഉദ്യോഗസ്ഥരെ ഇഡി ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കിഫ്ബി അറിയിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരായ ഉദ്യോഗസ്ഥരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് കിഫ്ബി പ്രധാനമായും കോടതിയെ അറിയിച്ചത്. സമൻസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നും കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ലെന്ന് ഇഡിയും ഹൈക്കോടതിയെ അറിയിച്ചു. സമൻസിനെ എല്ലാവരും പേടിക്കുന്നത് എന്തിനാണെന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്നു. 6 തവണ നോട്ടീസ് നൽകിയിട്ടും കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറായില്ലെന്ന് ഇഡി ആരോപിച്ചു. മനഃപൂർവ്വം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും ഇഡി കോടതിയെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തടയാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്നും അന്നും കോടതി ചോദിച്ചതാണ്. അതേസമയം മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി നേരത്തെ നൽകിയതാണ്. തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണെന്നും 7 പേജുള്ള മറുപടിയിൽ പറയുന്നുണ്ടായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഹർജിക്കാരോട്, അതായത് തോമസ് ഐസക്കിനോടും അതുപോലെ തന്നെ കിഫ്ബി സിഇഒയോടും ചോദിച്ചിരിക്കുന്ന ചോദ്യം, മസാല ബോണ്ട് കേസിൽ കോടതി നിരീക്ഷണത്തിൽ ഹാജരായി ഇഡി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൂടെ എന്നാണ്. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജിക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.